ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായുള്ള വാർത്ത, യൂറോപ്പിന് വമ്പൻ തിരിച്ചടി നൽകാൻ ഒരുങ്ങി റഷ്യ. ഇതുവരെ റഷ്യ ഞങ്ങൾ ചെയ്യും എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എന്നാൽ റഷ്യ അത് ചെയ്യുകയാണ്. യൂറോപ്പിന് ഡിസംബർ 31 ശേഷം ഗ്യാസ് നൽകില്ല എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതായത് റഷ്യയുടെ കയ്യിൽ നിന്നും യൂറോപ്പ് വാങ്ങുന്ന വാതകങ്ങൾ ഒന്നും തന്നെ യൂറോപ്പിന് ഇനി കിട്ടില്ല എന്നാണ് റഷ്യ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികൾ റഷ്യ തുടങ്ങിക്കഴിഞ്ഞു എന്നും പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് വളരെ വലിയ ഒരു സംഭവ വികാസം തന്നെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. ഒരു ഭൂഖണ്ഡം പൂർണ്ണമായിട്ടും പട്ടിണിയിലേക്ക് അമരാൻ പോകുന്നു, ബ്ലാക്ക് ഔട്ടിലേക്ക് പോകാൻ പോകുന്നു, കറണ്ടില്ലാതെ, വൈദ്യുതി ഇല്ലാതെ വലിയ രീതിയിൽ നരകിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും യൂറോപ്പ് ഇതിനെ എങ്ങനെ മറികടക്കും എന്ന് നമുക്ക് കണ്ടറിയണം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, എങ്ങനെയാണ് റഷ്യ യൂറോപ്പിലേക്ക് ഗ്യാസ് നൽകുന്നത്, അങ്ങനെ യൂറോപ്പിലേക്ക് റഷ്യ ഗ്യാസ് നൽകുമ്പോൾ ഏത് തരത്തിലാണ് അത് യൂറോപ്പിനെ ബാധിക്കുന്നത്, ഗ്യാസ് നൽകാതിരിക്കുമ്പോൾ എങ്ങനെ അത് ബാധിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതുകൊണ്ട് യൂറോപ്പ് റഷ്യയുടെ ഏറ്റവും വലിയ ബയ്യറാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. യൂറോപ്പിലേക്ക് റഷ്യ യുക്രൈനിലെ പൈപ്പ് വഴി ഗ്യാസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. യുക്രൈനിൽ യുദ്ധവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത് ഇപ്പോഴും നിർഗളം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. യൂറോപ്പാണ് റഷ്യയുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബയ്യർ. 48% റഷ്യയുടെ LNG എക്സ്പോർട്ടുകളും നടക്കുന്നത് യൂറോപ്പിലേക്കാണ്. ഈ അതായത് റഷ്യയുടെ ഗ്യാസ് ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം പകുതിയോളം അടുപ്പിച്ച് നേരെ യൂറോപ്പിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അതിനുശേഷം 22% ചൈനയിലേക്കും 18% ജപ്പാനിലേക്കുമാണ് പോകുന്നത്. ഈ പോകുന്നതിൽ ഇത് LNG എക്സ്പോർട്ടാണ്. ഇനി പൈപ്പ് ലൈൻ ഗ്യാസ് ഉണ്ട്. ഈ പൈപ്പ് ലൈൻ ഗ്യാസിൻ്റെയും 40% യൂറോപ്പ് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. നവംബറിൽ മാത്രം 1.1 ബില്യൺ യൂറോയുടെ കച്ചവടമാണ് റഷ്യയും യൂറോപ്പും തമ്മിൽ നടന്നിരിക്കുന്നത് എന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എത്രത്തോളം ഭീമമാണ് യൂറോപ്പിന് റഷ്യ ഗ്യാസ് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. റഷ്യയുടെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടേഴ്സും യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ്, യൂറോപ്യൻ യൂണിയൻ തന്നെയാണ് എന്നുള്ളത് വേറൊരു പോയിന്റാണ്. ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് റഷ്യയുടെ ഗ്യാസ് ഏറ്റവും കൂടുതലായി മേടിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്ഥാനം സ്ലോവാക്കിയയ്ക്കാണ്. 261 ദശലക്ഷം യൂറോയ്ക്കാണ് സ്ലോവാക്കിയ ഗ്യാസ് മേടിച്ചുകൊണ്ടിരുന്നത്. ഫ്രാൻസ് രണ്ടാം സ്ഥാനത്തുണ്ട്. 252 മില്യൺ യൂറോയ്ക്കാണ് ഫ്രാൻസ് ഇത് മേടിച്ചുകൊണ്ടിരുന്നത്. ഹംഗറി 108 മില്യൺ യൂറോയ്ക്കും, നാലാമത് ഓസ്ട്രിയ 187 മില്യൺ യൂറോയ്ക്കും, സ്പെയിൻ 176 മില്യൺ യൂറോയ്ക്കുമാണ് ഇത് മേടിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് പ്രാഥമികമായിട്ടുള്ള 5 സ്ഥാനങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്നും ഗ്യാസ് വാങ്ങിക്കുന്ന യൂറോപ്പിലെ രാജ്യങ്ങളുടെ. ജനുവരി 1 മുതൽ ഇനി നിങ്ങൾക്ക് ഗ്യാസ് ഇല്ല എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രഥമ പടിയായി യൂറോപ്പിലെ രാജ്യമായിട്ടുള്ള മാൽഡോർക്കിൽ ഗ്യാസ് വിതരണം റഷ്യ നിർത്തിയിരിക്കുകയാണ്. ഈ ഗ്യാസ് വിതരണം റഷ്യ നിർത്തിയപ്പോൾ യൂറോപ്പ് ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ്. മാൽഡോർക്കിലെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് സാധാരണക്കാരൻ്റെ മൗലികാവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ്. കാരണം ഈ മാൽഡോർക്ക് എന്ന് പറയുന്ന രാജ്യം ഈ റഷ്യ കൊടുത്തുവിടുന്ന പൈപ്പിലൂടെ ഒഴുക്കിവിടുന്ന ഗ്യാസ് ഉപയോഗിച്ചാണ് അവരുടെ വൈദ്യുത ഉൽപ്പാദനം നടത്തുന്നത്. ഈ വിന്റർ സീസണിൽ നിങ്ങൾ ഗ്യാസ് ഞങ്ങൾക്ക് തരാതിരുന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് വൈദ്യുത ഉൽപ്പാദനം നടത്തുന്നത് എന്നാണ് ഈ മാർഡോക്ക് എന്ന് പറയുന്ന രാജ്യം ചോദിക്കുന്നത്. റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുകയാണല്ലോ. റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് റഷ്യ അവരുടെ ആയുധങ്ങൾ മുഴുവൻ തീർന്നു കാണും, റഷ്യ സകല ആയുധങ്ങളും എടുത്ത് പോരാടുകയാണ്, നാറ്റോ വന്ന് റഷ്യ ഇപ്പോൾ തകർത്ത് കളയും എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാരും വിചാരിക്കാറുണ്ട്. അവരത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട്. റഷ്യയുടെ കയ്യിൽ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ റഷ്യയുടെ S-400 എന്ന് പറയുന്ന ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ അമേരിക്കയുടെ താടുമായി ഞങ്ങൾ കമ്പയർ ചെയ്തിരുന്നു. അപ്പോൾ വന്ന ഒരുപാട് വിമർശനങ്ങൾ എന്ന് പറയുന്നത് S-400 ഒക്കെ യാതൊരുവിധ ഗുണവുമില്ലാത്ത കാര്യങ്ങളാണ്, റഷ്യയുടെ കയ്യിൽ തന്നെ ഒന്നുമില്ല, യുക്രൈനുമായിട്ട് അടിച്ചു തീർന്നു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ റഷ്യയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. യുക്രൈനുമായിട്ടുള്ള ആക്രമണത്തിൽ റഷ്യ അവരുടെ ആയുധങ്ങളുടെ 1% പോലും പുറത്തെടുത്തിട്ടില്ല എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് അമേരിക്കയ്ക്കും അറിയാം, നാറ്റോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. റഷ്യ അവരുടെ ആയുധങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് പോലും യുക്രൈനോ യൂറോപ്പിനോ അറിയിച്ചിട്ടില്ല, അവർക്ക് അറിയുകയുമില്ല. ഇപ്പോൾ തന്നെ ഈ ഒരു വാർത്ത ഉദാഹരണമായി എടുത്തു നോക്കുകയാണെങ്കിൽ റഷ്യ ഗ്യാസ് കൊടുക്കാതിരുന്നാൽ യൂറോപ്പ് ഇരുട്ടിലായി പോകും, പട്ടിണിയിലായി പോകും എന്ന് നമുക്ക് അറിയാം. ഇതാണ് വേറൊരു തരത്തിലുള്ള യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം എന്ന് പറയുന്നത് കരയിലൂടെയും ആകാശത്തൂടെയും നടക്കുന്നത് മാത്രമല്ല, പലതരത്തിലുള്ള ബയോ വെപ്പൺ വെച്ച് യുദ്ധം നടത്താറുണ്ട്, ജിയോ പൊളിറ്റിക്കൽ വാറുണ്ട്, നയതന്ത്ര യുദ്ധമുണ്ട്, അങ്ങനെ പല യുദ്ധങ്ങളുണ്ട്. അതിൽ ഒരു പടിയാണ് ഇപ്പോൾ റഷ്യ എടുത്ത് മുന്നിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്തായാലും യുക്രൈൻ വഴിയുള്ള എല്ലാ വാതക കയറ്റുമതിയും നിർത്തും. ഈ മാൾഡോക്ക് എന്ന് പറയുന്ന രാജ്യത്തിന് യുക്രൈൻ വഴിയാണ് വാതകം കൊടുത്തുകൊണ്ടിരുന്നത്. റഷ്യയിലെ ഊർജ്ജ ഭീമനായിട്ടുള്ള ഗ്യാസ് പ്രോം എന്ന് പറയുന്ന ആ ഊർജ്ജ ഭീമൻ വഴിയാണ് ഇവർക്ക് ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഗ്യാസ് പ്രോം മാൾഡോക്കിന് ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ മാൾഡോക്ക് എന്ന് പറയുന്ന രാജ്യം ഈ ഗ്യാസ് പ്രോമിന് കുറച്ച് കാശ് നൽകാനുണ്ട്. $709 മില്യൺ നൽകാനുള്ളത്. ഈ കടം വീട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാസ് തരാം എന്നാണ് മാൾഡോക്കിനോട് ഗ്യാസ് പ്രോം പറയുന്നത്. പക്ഷേ ഈ മാൾഡോക്ക് പറയുന്നത് ഞങ്ങൾ 8.6 മില്യൺ മാത്രമേ തരാനുള്ളൂ, ഈ 709 മില്യൻ്റെ കണക്ക് എവിടെ നിന്ന് വന്നു എന്ന് മാൾഡോക്ക് ചോദിക്കുന്നുണ്ട്. പ്രതിവർഷം റഷ്യ 2 ബില്യൺ ക്യൂബിക് മീറ്റർ വാതകമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ വഴി ട്രാൻസ്ഡിസ്നിസിൽ പൈപ്പ് വഴി ഇത് മാൾഡോക്കിൻ്റെ ഒരു പ്രദേശത്തേക്ക് എത്തുന്നു. മാൾഡോവിയൻ PM ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റീജിയൻ റഷ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റഷ്യ കാണിക്കുന്നത് കടുത്ത അനീതിയാണ് എന്നാണ്. പക്ഷേ യുക്രൈൻ റഷ്യ വിഷയം വരുമ്പോൾ റഷ്യയെ ഇയാൾ വലിയ രീതിയിൽ ആക്രമിക്കുകയും ചെയ്യും. എന്നാൽ റഷ്യയുടെ വാതകം വേണവും താനും, ഇതാണ് അയാളുടെ നിലപാട്. യുക്രൈനുമായുള്ള ട്രാൻസിസ്റ്റ് കരാർ, അതായത് യുക്രൈനുമായി പൈപ്പിൽ വാതകം എത്തിക്കാം എന്നുള്ള കരാറാണ് ഈ ട്രാൻസിസ്റ്റ് കരാർ. ഈ ട്രാൻസിസ്റ്റ് കരാറിൻ്റെ കാലാവധി ഏകദേശം തീരാറായി. ട്രാൻസിസ്റ്റ് കരാറിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ ഈ പൈപ്പ് വഴി വാതകം കൊടുക്കേണ്ട ബാധ്യത റഷ്യക്കില്ല. പക്ഷേ യുക്രൈൻ പറയുന്നത് ഞങ്ങൾക്കത് പുതുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളത് പുതുക്കിക്കോളൂ, ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തരാൻ കാശില്ല, ഞങ്ങൾ യുദ്ധം കാരണം ഇവിടെ തകർന്നിരിക്കുകയാണ്, ഞങ്ങളത് തരുമെന്നാണ് യുക്രൈൻ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ആലോചിക്കണം, യുക്രൈൻ റഷ്യയെക്കുറിച്ച് എല്ലാവരോടും കുറ്റം പറഞ്ഞിട്ട് റഷ്യയുടെ വാതകം തന്നെയാണ് യുക്രൈനും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് റഷ്യയുടെ പവർ എന്ന് പറയുന്നത്. ഇനി ഈ യുക്രൈനുമായുള്ള ട്രാൻസിസ്റ്റ് കരാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാൾഡോക്കിലെ പോലെ സ്ലോവേക്കിയ, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി അങ്ങനെയുള്ള സകല രാജ്യങ്ങൾക്കും റഷ്യ എണ്ണ കൊടുക്കുന്നത് നിർത്തും എന്നുള്ള താക്കീതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ട്രയലാണ് ഈ മാൾഡോക്കിൽ നടക്കുന്നത്. ഗ്യാസിൽ നിന്നാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അത് നിർത്തിക്കഴിഞ്ഞാൽ യുക്രൈൻ അനുഭവിച്ചതുപോലെ ധാരാളം മണിക്കൂറുകൾ പവർ കട്ട് അവിടെ അനുഭവിക്കേണ്ടി വരും മാൾഡോക്ക് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്. ഇനി യൂറോപ്പിലേക്ക് എണ്ണ ഇപ്പോൾ റഷ്യ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എണ്ണ വില അതിഭീകരമായിട്ട് ഉയരും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, യൂറോപ്പ് മുഴുവൻ കൊളാപ്സ് ആകുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.